ഒരു ചീറ്റിംഗ് കേസിൽ പരാതി നൽകാൻ മാധുരി എന്നൊരു സ്ത്രീ വന്നിട്ടുണ്ട്. പരാതി റിസപ്ഷനിൽ സ്വീകരിച്ചാൽ മതി. അല്ല, അവർക്ക് സാറിനോട് സംസാരിക്കണമെന്നും ചില തെളിവുകൾ സാറിനെ കാണിക്കണമെന്നും അവര് പറഞ്ഞത്. സർ, ഇതാണ് മാധുരി. എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞേ? പറഞ്ഞോളൂ. എന്റെ വീട് കൊല്ലത്താ. വീട്ടിലെ സ്ഥിതി വളരെ മോശമായിരുന്നു. ആ സമയത്ത് മൊബൈൽ വഴി ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. അയാൾ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ തമ്മിൽ നേരിൽ കണ്ടു. കണ്ടിട്ട് ആളെങ്ങനെയുണ്ടായിരുന്നു? സബീൻ. നേരിൽ കണ്ടപ്പോ എന്നെക്കാളും 10-20 വയസ്സ് കൂടുതലുള്ള ആളാ. നിങ്ങൾക്ക് സ്കൈപ്പ് വഴി നേരിട്ട് കാണാൻ മേലായിരുന്നോ? സബീന, പൊക്കോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. സർ, അയ്യോ. പ്രായത്തിന്റെ പേരിൽ ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനും പറ്റില്ല. എന്റെ പരാതി അതല്ല സർ. ആ പ്രായ വ്യത്യാസം ഞാൻ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായി. ഞങ്ങൾ പലയിടത്തും ഒന്നിച്ച് യാത്ര ചെയ്തു. പക്ഷെ ഒടുക്കം അയാൾ എന്നെ വഞ്ചിച്ച് മുങ്ങി. അയാൾ തച്ചങ്കോടുകാരനാണെന്ന് മാത്രം അറിയാം. ഈ അഡ്രസ് എനിക്ക് തന്നിരുന്നത്. താൻ ഈ അഡ്രസ് ഏതാ നോക്ക്. അയാൾ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു വിളിച്ചത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കേൾപ്പിക്കാതെ. എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. അതുപോലെ നീ പേടിക്കണ്ട കൊച്ചേ, ഞാനല്ലേ പറയുന്നത്. നീ പേടിക്കാതെ കൊച്ചേ, കല്യാണം കഴിക്കൂന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കും. സാർ, ഈ ശബ്ദം കേട്ടട്ടെ നമ്മുടെ പ്രാഞ്ചി അച്ചാന്റെ പോലെ ഉണ്ടല്ലോ. മാധുരി ഒന്ന് പുറത്തിറങ്ങി നിൽക്ക്, ഇപ്പൊ വിളിക്കാം. എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. അതുപോലെ നീ പേടിക്കണ്ട കൊച്ചേ, ഞാനല്ലേ പറയുന്നത്. പ്രാഞ്ചി തന്നെ. നീ പേടിക്കാതെ കൊച്ചേ, കല്യാണം കഴിക്കൂന്ന് പറഞ്ഞാൽ വ്യാജ അഡ്രസ് കൊടുത്തായിരിക്കും. മൂത്ത് നിറച്ച പ്രാഞ്ചിയുടെ ലീലാവിലാസങ്ങൾ. ആലിശരിങ്ങ് വിളിക്ക്. ഇപ്പൊ തന്നെ പ്രാഞ്ചിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. വിളിക്ക്. സാർ, ആവേശം കാണിക്കരുത്. പ്രാഞ്ചി ചായനോട് സാറിന് ശത്രുതയുണ്ടെങ്കിലും ആലീസ് അയാളുടെ സ്വന്തം മകളാ. അപ്പൻ ഇങ്ങനെ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ആലീസിന് എന്തുമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും ആദ്യം മാധുരിയുമായി പ്രാഞ്ചിയുടെ വീട് വരെ ഒന്ന് പോകാം. അവള് പറയുന്ന വ്യക്തി പ്രാഞ്ചിയാണെങ്കിൽ തുടർ നടപടി സ്വീകരിക്കാം. ഒരു വനിതാ പോലീസ് കൂടി ആകാം, അതാണല്ലോ ചട്ടം. വേണ്ട. സബീനെ അറിഞ്ഞാൽ ഇപ്പൊ തന്നെ ആലീസിനെ വിളിച്ചു പറയും. നമ്മൾ 3 പേരും പിന്നെ ആ സ്ത്രീയും, അത്രയും മതി. വേറെ റെഡിയാക്കോ സാർ. ഭഗവാനെ, പ്രാഞ്ചി ആയിരിക്കണേ. എന്തോ നോക്കുവാടാ? അല്ല സാറേ, ഇതിനകത്ത് ചെറിയൊരു ഓയിൽ ലീക്ക്. അത് എവിടെ നിന്ന് നോക്കിയതാ? വീൽ സ്പാൻഡർ വെച്ച്. ഞാൻ ഇവിടെ അങ്ങനെ നോക്കാറുള്ളൂ. നീ മിക്കവാറും അകത്ത് കിടന്ന് നോക്കും. നീ ആ പ്രാഞ്ചി വിളി. പ്രാഞ്ചി മുതലാളി. എന്താ സാറേ, പ്രാഞ്ചി മുതലാളി അകത്താക്കാൻ പറ്റിയ എന്തെങ്കിലും കേസ് കിട്ടിയോ? അപ്പൊ നിന്റെ മനസ്സിലിരിപ്പ് അതാണല്ലേ? എന്റെ മാത്രം മനസ്സിലിരിപ്പല്ല സാറേ, ഓരോ തൊഴിലാളിയുടെ മനസ്സിരിപ്പ് മുതലാളി എങ്ങനെ അകത്താക്കാമെന്നാണ്. ചിലർ മുതലാളിയെ കുറേശ്ശെ കാർന്ന് തിന്നുന്നു, മറ്റേ ചിലർ ഒറ്റയടിക്ക് തിന്നുന്നു. അതോ മുതലാളി. പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? ഞങ്ങൾക്ക് തന്റെ വീട് കാണാൻ കൊതിയായിട്ട് വന്നതൊന്നുമല്ല, ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാ. എങ്കിൽ പിന്നെ അകത്തോട്ടിരിക്കാം. ഇതിപ്പോ ഇവിടെ വെച്ച് തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് മാധുരി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് മധുരവുമായി ബന്ധപ്പെട്ട ഒരു സാധനം മുതലാളി കഴിക്കാറില്ല. എനിക്കറിയാം. ഷുഗർ
ഷുഗർ ഇത്തിരി കൂടുതലാ, അതുകൊണ്ടാ ചോദിച്ചത്. മാധുരി എന്ന പേര് ഓർക്കുന്നുണ്ടോ? എനിക്കങ്ങനെ അന്യ സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ മേരിക്കുട്ടി മരിച്ച പിന്നെ ബ്രഹ്മചാരിയായിട്ട് നടക്കുക ഞാൻ. നിങ്ങൾ ബ്രഹ്മചാരിയായ വിവരം ഞാൻ അറിഞ്ഞില്ല. സെബാസ്റ്റ്യ, അവരെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവാ. വരൂ. ഇത് തന്നെയാണോ നിങ്ങൾ പറഞ്ഞ ഫ്രാൻസിസ്? അതെ, ഇയാള് തന്നെ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞ് ചതിച്ചത്. ഞാനോ? മുതലാളി ഇയാളാ എന്നെ ചതിച്ചത്. വേണ്ടാതീനം പറഞ്ഞോണ്ട് ആയിരിക്കും നിന്റെ കർണക്കുറ്റി ഞാൻ പോയിക്കും. എന്റെ പൊന്ന് സാറേ, ഞാൻ അവളെ ആദ്യമായിട്ടാ കാണുന്നത്. ഇവൾ ഏതാ ഇത്? ആദ്യമായിട്ടാ? മുമ്പ് കണ്ടിട്ടില്ല? ഇല്ല. അറിയത്തേ ഇല്ല. ഇതൊന്ന് കേട്ടു നോക്കി. എന്ത് പറഞ്ഞാലും ശരി, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം. അതുപോലെ ഇത് ഒട്ടുപാലക്കൽ ഫ്രാൻസിസിന്റെ ശബ്ദം തന്നെയാണല്ലോ. ദ്രോഹി, മൊബൈലിലൂടെ വിളിച്ച് ലോഹ്യം കൂടിയ ആ മാരുതി നീ ആയിരുന്നല്ലേ? മോനെ, മരുമോനെ, ഏമാനെ, സത്യമായിട്ട് എനിക്ക് ഇവളെ നേരിട്ട് അറിയത്തില്ല. പിന്നെ ഞാൻ ഇവളെ എങ്ങനെ ചതിക്കും? ഇയാളാ നോണ പറയുന്നത്. കല്യാണം കഴിക്കാൻ ഉറപ്പ് പറഞ്ഞ് ആലപ്പുഴ, എറണാകുളം, കോവളം എന്നിവിടെയൊക്കെ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ താമസിച്ച ഹോട്ടലിലെ ബില്ല് എന്റെ കയ്യിലുണ്ട്. കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? ഫ്രാഞ്ച് മുതലാളി, കല്യാണപ്രായം തികഞ്ഞൊരു മകനുണ്ടെന്ന് ഓർക്കാതെ കല്യാണം കഴിക്കാൻ ഇറങ്ങിയതിന് ചാത്തമാരെന്ന ശിക്ഷയാണത്. ഞാൻ ഇവളുടെ കൂടെ പോയിട്ടില്ല, എനിക്ക് ഇവിടെ അറിയത്തുമില്ല. പ്രാഞ്ചേച്ചായ, എല്ലാ തെളിവുകളും ഇവിടെ വെക്കലുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ സമ്മതിക്കുന്നതാണ് നല്ലത്. എങ്കിലേ ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ഞാൻ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ സമ്മതിക്കും? ലക്ഷണം കണ്ടിട്ട് ഇവര് പറയുന്ന സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ സമ്മതം തെറ്റിക്കാതെ. ഇവിടെ കിടന്ന് ഷോ കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഫ്രാൻസിസ്. ഇവര് നിങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ നിമിഷം മുതൽ നിങ്ങൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. ഇവരുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന തെളിവുകൾ കൂടി പരിശോധിച്ച് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ഒന്നുകൂടി വരും നിങ്ങളെ കസ്റ്റഡിയിലെടുക്കാൻ. മോനെ, അല്ല പ്രതാപൻ സാറേ, ഞാൻ ഈ കേസിൽ നിരപരാധി. തെളിവുകൾ കണ്ടിട്ട് തീരുമാനിക്കാം. കർത്താവിനെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഒരു കേസിൽ പെട്ടിട്ടുണ്ടെന്ന് എന്റെ മോൾ അറിയരുത്. മുതലാളി, ഞാൻ അറിയാതെ കോവളത്ത്, ആലപ്പുഴ, എറണാകുളത്തൊക്കെ എപ്പ പോയി. കർത്താവേ, ഈ സ്ത്രീ പീഡനം എന്റെ തലയിലാവരുതേ. അതെ, എന്ത് കാര്യത്തെക്കുറിച്ചാ പ്രതാപേട്ടൻ ആലോചിക്കുന്നേ? ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ ഒരാളെ കാണാൻ തുടങ്ങിയിട്ട് കുറഞ്ഞത് 10 വർഷമെങ്കിലും ആയി. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനിക്ക് മുഖത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പറ, എന്താ പ്രശ്നം? പ്രതാപേട്ടാ, എന്താണെങ്കിലും എന്നോട് പറ. എനിക്കൊരു പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിലോ? ഞാനോ നീയോ നോക്കിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമല്ലത്. ഇന്നലെ സ്റ്റേഷനിൽ പരാതിയുമായി മാധുരി എന്നൊരു സ്ത്രീ വന്നില്ലേ? അവരുടെ പ്രശ്നം. ആ പ്രശ്നം എന്തിനാ പ്രതാപേട്ടൻ ചുമക്കുന്നത്? അവരുടെ പരാതി അനുസരിച്ച് നടപടി സ്വീകരിച്ചാൽ അത് എന്നെക്കാൾ ബാധിക്കുന്നത് നിന്നെ ആയിരിക്കും. എന്നെയോ? ഈ ഒരു പ്രശ്നം നിന്നോട് പറയണോ വേണ്ടയോ എന്നതായിരുന്നു ഇന്നലത്തെ എന്റെ പ്രശ്നം. ഇപ്പോൾ അത് എങ്ങനെ പറയും എന്നുള്ളതായി. ഏത് കാര്യവും നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുള്ളതല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇന്നോ നാളെയോ നീ ഇതറിയും. മാധുരി തന്ന സ്ത്രീ പീഡന കേസിലെ പ്രതി ഒട്ടുപാലക്കൽ ഫ്രാൻസിസ്. ഞാനിത് വിശ്വസിക്കില്ല. നീ ഇത് വിശ്വസിക്കില്ലെന്ന് മാത്രമല്ല,
നിനക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നും എനിക്കറിയാം. പക്ഷെ ഇത് സത്യമാണ്. ആലിസ്, നിന്റെ അപ്പനും ഞാനുമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇങ്ങനൊരു കേസിൽ പ്രാഞ്ചിയെ പ്രതിയാക്കുന്നതിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? ആ സ്ത്രീയുടെ കയ്യിൽ തെളിവുകളുണ്ട്. അത് ഞാൻ പരിശോധിച്ചുകൊണ്ടിരിക്കുക. അത് തെളിഞ്ഞ നിന്റെ അപ്പനെ ഞാൻ കസ്റ്റഡിയിലെടുക്കും. ബ്രാഞ്ച് മുതലാളിയുടെ ഈ വാലുബന്ധു പോലുള്ള നടപ്പ് കാണുമ്പോ ആ പെണ്ണിന്റെ പരാതിയിൽ എന്തോ കഴമ്പുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വെടിവെച്ച് കൊല്ലണ്ടെങ്കിൽ ഇറങ്ങി പോടാ. ഈശ്വര, ജോണിക്കുട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം? സ്വന്തം അപ്പറന്ന സ്ഥാനത്ത് നിന്ന് മുതലാളിയെ ഡൈവോഴ്സ് ചെയ്യും. ബാസുവേ, മൊത്തം ബന്ധുരിയിരിക്കുന്ന എന്നെ നീ അങ്ങ് കൊല്ല്. എന്റെ കർത്താവേ, വഴിയെ പോകുന്ന എല്ലാ വയ്യാവേലികളും എന്റെ നെഞ്ചത്തോട്ടാണല്ലോ വന്ന് കയറുന്നത്. പക്ഷെ മുതലാളി ഇപ്പൊ പിടിച്ച വയ്യാവലി സൂപ്പർ. വയസ്സാങ്കാലത്തെ മുതലാളിക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. അസുവേ, ഈ കേസിൽ നൂരാൻ എന്താടാ ഒരു വഴി? എന്തിനാ ഊരുന്നേ? നല്ല കേസല്ലേ? എടാ, നാട്ടുകാരുടെ ഇടയിൽ ഞാൻ പിന്നെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എന്റെ മോളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? എന്നും നോക്കും പോലെ നോക്കണം. വിളിക്കുന്നു. പരാതിക്കാരിയാ? അല്ലടാ, എന്റെ മോൾ ആലീസ്. കർത്താവേ, അവളെങ്ങാണ് ഈ വിവരം അറിഞ്ഞു കാണുവോ? മുതലാളി, എന്ത് വന്നാലും നമ്മൾ ചങ്കുറ്റത്തോടെ നിൽക്കണം. ധൈര്യമായിട്ട് ഫോൺ എടുക്ക്. ആണോ? എടുക്ക്. ഹലോ, എന്താ മോളെ? അപ്പനിപ്പോ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. അല്ലാതെ ഞാൻ എവിടെ പോകാനാ? അപ്പൻ അവിടെ തന്നെ കാണണം. ഞാൻ അങ്ങോട്ട് വരിക. എന്തിന്? അതൊക്കെ അവിടെ വന്നിട്ട് പറയാം. ആലീസ് മോൾ ഇങ്ങോട്ട് വരുന്നെന്ന്. നീയേ ഒന്ന് മാറിയുന്നു. അവള് നിന്നെ കാണണ്ട. അവൾ എന്തിനാണാവോ ഇങ്ങോട്ട് വരുന്നത്? സത്യമായിട്ടും ഞാൻ ഈ കേസ് നിരപരാധിയാ മോളെ. മനസ്സാ വാചാ കർമ്മണം അറിയാത്ത കാര്യങ്ങൾ ആ പെണ്ണിന്റെ പേരിൽ ആരോപിച്ചിരിക്കുന്നത്. എന്നിട്ട് എന്താ അപ്പൻ ഇക്കാര്യം എന്നോട് പറയാതിരുന്നേ? ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്നത്? ഈ പ്രായത്തിൽ ഞാനൊരു പെണ്ണുകസി പെട്ടെന്ന് അറിഞ്ഞാ നീ എന്തോ വിചാരിക്കും? ആ പേടി ഓർത്തിട്ട് അപ്പൻ നിന്നോട് അത് പറയാതിരുന്നത്. എന്റെ സ്റ്റേഷനിൽ കിട്ടിയ ഒരു പരാതി ഞാൻ അറിയാതിരിക്കൂ? കള്ളക്കേസാടിയത്. ആ സ്ത്രീയുമായി അപ്പന് യാതൊരു മുൻപരിചയവും ഇല്ല. ഫോണിൽ കൂടെ ഒരു ബന്ധമുണ്ട്. അവൾ ഏതോ കമ്പനിയുടെ ആളായിട്ടാ എന്നെ ആദ്യം വിളിക്കുന്നത്. ഈ സൂര്യപ്രകാശം കൊണ്ട് വർക്ക് ചെയ്യുന്ന ബോഡി മസാജ് യന്ത്രം വേണമെന്ന് ആദ്യം എന്നോട് ചോദിച്ചു. ഇപ്പൊ ബുക്ക് ചെയ്താ 30% ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. 50 കഴിഞ്ഞവർക്ക് മസാജ് യന്ത്രം അത്യാവശ്യമാണെന്ന് കൂടി ഇവള് പറഞ്ഞപ്പോ ഒരെണ്ണം ബുക്ക് ചെയ്താക്കെന്ന് ഞാനങ്ങ് വിചാരിച്ചു. അങ്ങനെ ഒരു ഫോണിൽ കൂടെയുള്ള ബന്ധമേ എനിക്ക് അവളുമായിട്ടുള്ളൂ. എന്നിട്ട് മസാജ് യന്ത്രം എവിടെന്ന്? അതിന് മുമ്പ് കള്ളക്കേസുമായിട്ട് അവളിങ്ങ് വന്നില്ലേ? ഇതിൽ നിന്നിപ്പോ രക്ഷപ്പെടാൻ എന്താ മോളെ ഒരു മാർഗം? കേസായതുകൊണ്ട് ആരുടെ അടുത്ത് എന്നൊരു സഹായവും ചോദിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ ഒരു കേസ് വന്നേ പിന്നെ അപ്പനെ ആരെങ്കിലും ഫോണിൽ വിളിക്കോ അല്ലെങ്കിൽ പണം ആവശ്യപ്പെട്ട് നേരിൽ വരികയോ ചെയ്തായിരുന്നു? പിന്നെ എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? അതാടി മോളെ എനിക്കും മനസ്സിലാകത്തത്. ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് ജഡ്ജെന്നാ അവള് പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞോ? ഒന്നേൽ അപ്പം പറയുന്നത് കള്ളോ, അല്ലെങ്കിൽ ആ പെണ്ണ് എന്തോ ഗൂഢ ഉദ്ദേശമായിട്ട് വന്നിരിക്കുക. ഞാനാണ്, നീയാണ്, ജോണിക്കുട്ടിയാണ് സത്യം. ഞാൻ അവളുമായിട്ട് നേരിട്ട് ഒരിടപാടുമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വഴിക്ക് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഇനി ഞാൻ പറയുന്നത് പോലെ അപ്പം പ്രവർത്തിക്കാവോ? അത് പിന്നെ നാളെ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക പ്രതാപേന്ദ്രൻ. അപ്പന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അതിനു മുമ്പ് ഇക്കാര്യത്തിലൊരു തീരുമാനമാവും. ഇല്ലെങ്കിൽ ഞാൻ അപ്പനെ എന്നേക്കുമായിട്ട് കൈവിടും. ആരാണ്? ഹലോ ഹലോ, ഒട്ടുപാലക്കൽ ഫ്രാൻസിസ് അല്ലേ? അതെ, നിങ്ങൾ ആരാ? എന്റെ പേര് ജയകുമാർ. സ്ത്രീപീഡന കേസിൽ നിങ്ങൾക്കെതിരെ പോലീസിൽ ഒരു പരാതിയില്ലേ?
ഹലോ, ഹലോ, എനിക്കെതിരെ പരാതി ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാൻ തനിക്കെതിരെ പരാതി കൊടുത്ത മാധുരിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. ഓഹോ, നിങ്ങൾക്ക് നാട്ടിലുള്ള നിലയും വിലയും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ്. അതിന് നിങ്ങൾ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം മാധുരിക്ക് കൊടുത്താൽ ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഓഹോ, 25 ലക്ഷം രൂപയോ? അതെ. അതിനു മാത്രം അവക്ക് എന്തുവാ നഷ്ടപ്പെട്ടത്? വെറുതെ സംസാരിച്ച സമയം കളയണ്ട. 25 ലക്ഷം തരാമെന്ന് നിങ്ങൾ സമ്മതിച്ചാൽ കേസ് പിൻവലിക്കും. 5 നയാ പൈസ ഞാൻ തരികയില്ല. അല്ലാതെ എന്റെ മാനം രക്ഷിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ രക്ഷപ്പെടില്ല. ഓഹോ, 25 ലക്ഷം ഉലുവ തന്നിട്ട് എനിക്ക് രക്ഷപ്പെടണ്ട. നാളെ തന്നെ ഞാൻ പോലീസ് കീഴടങ്ങാൻ തീരുമാനിച്ചു. ഫോൺ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങടാ. മിസ്റ്റർ ഫ്രാൻസിസ്, അല്ല പിന്നെ മാനം പോകാതെ രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ബ്രാഞ്ചിയുടെ ആ കളി. എല്ലാ തെളിവുകളും നിങ്ങൾക്കെതിരാണ് ഫ്രാൻസിസ്. കോവളത്തും ആലപ്പുഴയിലും ബീച്ചുകളിൽ നിങ്ങൾ ഒന്നിച്ചു നിന്നെടുത്ത ഫോട്ടോസ് നല്ല ഒന്നാം തരം തെളിവാണ്. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എന്റെ പൊന്നു സാറേ, ഈ തെളിവുകളൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് എവക്കും ദൈവം തമ്പുരാനും മാത്രമേ അറിയത്തുള്ളൂ. എവളൊരു ഗേമി തന്നെ. സ്നേഹം നടിച്ച കൂടെ കൊണ്ടുവന്ന് ചതിച്ചിട്ട് ഇപ്പൊ ഞാൻ പറയുന്നു. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് വ്യാമോഹിപ്പിച്ചിട്ട് ചതിച്ചതോ? മോളെ, എന്താ നിന്റെ പരാതി? നിങ്ങൾ എന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞു, എന്നിട്ട് മുങ്ങി. അതിനിപ്പോ ഞാൻ പൊങ്ങി. ഞങ്ങള് പൊക്കി. അതെങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, പൊക്കിയെങ്കിൽ പൊക്കി. ഞാൻ ഇവളെ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറയുന്നത് തികച്ചും വാസ്തവ വിരുദ്ധമാണ്. ഞാൻ ഇവളെ അന്നും ഇന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. തികച്ചും ഒരു അത്യാവശ്യ കാര്യത്തിന് മാറി നിന്നത് കൊണ്ട് കുറച്ചു നാൾ സ്നേഹിക്കാൻ പറ്റിയില്ല. ആ കുറവ് നികത്തി ഇനിയുള്ള കാലം ഞാൻ ഇവളെ സ്നേഹിക്കും. പ്രതാപൻ സാറേ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ഈ നിൽക്കുന്ന മാധവിക്കുട്ടിയെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. ദേ, എന്റെ മോളുടെയും മരുമോന്റെയും സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് നമ്മുടെ കല്യാണം നടത്താം. മാരേജ് നടത്താൻ രജിസ്ട്രാർ ഉടനെ ഇങ്ങോട്ട് വരും. എന്താ മാധുരിക്ക് സമ്മതമല്ലേ? പിന്നെ ഈ കേസിന്റെ പരിഹാരം ഇങ്ങനെയാണ് പ്രതാപൻ സർ. അങ്ങയുടെ മഹനീയ സാന്നിധ്യത്തിൽ ഒട്ടുപാലക്കൽ ഫ്രാൻസിസും ഈ മാധുരിയും വിവാഹം കഴിക്കട്ടെ. അത് ശരിയാവില്ല. എന്താ ശരിയാവാത്ത? ഇദ്ദേഹം നിന്നെ ചതിച്ചു എന്നല്ലേ പരാതി? അതിന് പരിഹാരമായിട്ട് കല്യാണം കഴിച്ച പോരെ? അതെ, മാധുരി ആവശ്യപ്പെട്ടതും അതായിരുന്നല്ലോ. എനിക്ക് ഇയാളെ വിവാഹം കഴിക്കണ്ട. എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയാ മതി. അറിയേ, എത്ര തുക കിട്ടിയാലും അത് മാധുരിക്ക് നഷ്ടപ്പെട്ടതിന് പകരമാവില്ല. എനിക്ക് ഈ ചതിയൻ ഇനി വേണ്ട. മാധുരിനെ ഒന്നും പറയണ്ട. നിങ്ങളുടെ കല്യാണം ഇവിടെ വെച്ച് ഉടനെ ഞാൻ നടത്തി തരും. അത് പിന്നെ സർ. അയ്യോ, എന്താ വിയർക്കുന്നേ? ഈ കല്യാണം നടക്കണമെങ്കിൽ അതിനു മുൻപ് മറ്റൊരു ചടങ്ങ് നടക്കണമല്ലോ അല്ലേ? എങ്കിലും വേഗം ചന്ദനത്തോപ്പിലുള്ള നിന്റെ ഭർത്താവിനെ വിളിച്ച് ഡിവോഴ്സിനുള്ള ജോയിന്റ് പെറ്റീഷൻ ഒപ്പിട്ട് വാങ്ങ്. സർ, ഇത് കൊല്ലം ഈസ്റ്റ് സ്റ്റേഷനിൽ ഇവളുടെയും ഇവളുടെ ഭർത്താവെന്ന് പറയുന്ന ജയകുമാർ എന്ന ആളിനെതിരെയുമുള്ള ക്രൈം റെക്കോർഡ്സിന്റെ കോപ്പിയാ. മൊബൈൽ വഴി ബന്ധം കൂടി നാട്ടിലുള്ള പണക്കാരായ ആളുകളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് ഇവരുടെ പ്രധാന ബിസിനസ്. സത്യം പറയടി, ഇല്ലാത്ത കേസിൽ നീ ആളെ ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നോ? അതേന്നുള്ളതിന്റെ തെളിവ് ഞാൻ തരാം. ഇന്നലെ രാത്രി ജയകുമാർ എന്ന ഇവളുടെ ഇടപാടുകാരൻ എന്നെ വിളിച്ചതാ. ഞാൻ തനിക്കെതിരെ പരാതി കൊടുത്ത മാധുരിക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് നാട്ടിലുള്ള നിലയും വിലയും നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം മാധുരിക്ക് കൊടുത്താൽ ഈ കേസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം.
അപ്പനെ കിട്ടിയോടി നിനക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആലിസേ എന്നെ ഉപദ്രവിക്കരുത്. നിങ്ങളുടെ ബന്ധുവാണ് ഇയാളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ അങ്ങനെ പലതും നിന്നെ നിന്റെ ഭർത്താവിനെ അറിയിച്ചു തരാം. ഇവിടെ കസ്റ്റഡി എടുത്തേ, എന്നിട്ട് അവനെ പൊക്കിയാകത്തു. വേണോ മോളെ? കെട്ടിയവനുണ്ടായിപ്പോയി. ഇല്ലേലും തട്ടിപ്പുകാരിയാണെങ്കിലും ഇവളെ അങ്ങ് കെട്ടിയേക്കായിരുന്നു.